ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി മിസ്സിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നതാണ് കേട്ടോ. വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഓഫായി പോവാം, മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ്. പിന്നെ ലെഫ്റ്റ് ബ്രേക്ക് പിടിക്കുമ്പോൾ സെൽഫ് ക്ലിയർ ആയിട്ട് വർക്കാവുള്ള അങ്ങനെ 1-2 കംപ്ലയിൻസാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ മെയിൻ കാരണം ഈ ഇരിക്കുന്ന HT കോയിൽ എന്ന് പറഞ്ഞ കംപ്ലയിൻ്റ് ആണ്. HT കോയിൽ കംപ്ലയിൻ്റ് ഉണ്ട്, പ്ലഗ് അഡാപ്റ്റർ, ഈ 2 ഐറ്റം ഇതൊക്കെ നിലവിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇതിന്മേൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഐറ്റമൊക്കെ വെച്ച് ഓടിക്കുമ്പോൾ നമുക്ക് വണ്ടിയുടെ ഇത് മൊത്തം BS6 മോഡലാണ്. സെൻസറും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ECU ഒക്കെ പോകാനായിട്ടൊരു കാരണമാവും. അത് കമ്പനി ഒറിജിനൽ പാർട്സ് തന്നെ വേണം അത് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള ഇത് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. ഇത് ഡ്യൂപ്ലിക്കേറ്റാണ് കിടന്നിരുന്നത്. അപ്പോൾ ഞാനത് മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലഗ് ഓൾറെഡി പോയിൻ്റൊക്കെ ഫുള്ള് തീർന്നിട്ടുണ്ട് കത്തി. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിലെ പ്രോബ്ലം കാണിച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് പിടിക്കുമ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചിരുന്നത്, ബ്രേക്ക് പിടിച്ചിട്ട് സെൽഫ് അടിക്കുമ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചത് ഈ സ്വിച്ചിൻ്റെയാണ്. ചില സമയങ്ങളിൽ ലൂസ് കോൺടാക്റ്റ് പോലെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എൻജിൻ സൈഡ് സൗണ്ട് ചെറിയൊരു വേരിയേഷൻ ഉണ്ടായി. അത് ടാപ്പറ്റിൻ്റെ ആയിരുന്നു, അതും ക്ലിയർ ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ കൂടെ തന്നെ. പിന്നെ നമുക്ക് വേറെ വർക്കുകളൊന്നുമില്ല. ജനറലായിട്ട് സർവീസോ ഓയിൽ ചേഞ്ചോ വേറെ കംപ്ലയിൻസോ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഇതാണ്. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബിൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ.